ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് നമ്മള് സോളാർ പാനലിന്റെ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പൊതുവെ ഫുഡിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എത്ര വിഷമം ഉണ്ടെങ്കിലും, എത്ര സന്തോഷം ഉണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഫുഡ് കഴിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. എനിക്ക് ഒരു മെഡിസിനും വേണ്ട. ഇവൻ ടെൻഷനൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. ഞാൻ പോലും അറിയാതെ, വിശപ്പില്ലായിരിക്കും പക്ഷെ അറിയാതെ ഒരുപാട് ഫുഡ് കഴിച്ചു പോകും. അങ്ങനെ ഫുഡിനോട് അമിതമായ ആഗ്രഹം ഉള്ളതുകൊണ്ട് കുക്ക് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ പൊതുവെ എല്ലാവരും ഫുഡീസ് ആണ്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ എപ്പോഴും തോന്നും. പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം പറയും. ഇപ്പം പുള്ളിക്കാരൻ നമ്മൾ എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മൾ വെക്കുമ്പോൾ എന്തെങ്കിലും പുള്ളിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ ഏതെങ്കിലും ഒരു മസാലപ്പൊടി കൂടിപ്പോയാൽ കറക്റ്റ് ആയിട്ട് പറയും, ഇത് കൂടിപ്പോയി, ഇന്നത് കൂടിപ്പോയി എന്ന് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ പുള്ളി നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. കാരണം നമ്മളെ പൊക്കി പറയാം അങ്ങനൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം ആയിരിക്കും പറയുന്നത്. അങ്ങനെ അപ്പം കൂടുതൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചത്. അങ്ങനെ അപ്പൊ നമ്മള് ഇന്നിവിടെ വെക്കാൻ പോകുന്നത് ഒരു കബ്സയാണ്. സൗദി കബ്സ എന്നാണ് പറയുന്നത്. സൗദിയിലെ ഫുഡ് പൊതുവെ അധികം സ്പൈസി അല്ല. അവിടെ ഉള്ളവർക്ക് അധികം സ്പൈസി ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്പൈസി അല്ല. അപ്പൊ നമ്മുടെ ഇവിടെ ആ ഒരു ഇതിലുള്ള കബ്സയാണ് വെക്കുന്നത്. മസാലയൊക്കെ കുറച്ച് ഉള്ളൊരു കബ്സയാണ്. അധികം എരിവൊന്നുമില്ല, മസാലയൊന്നും ഇല്ലാത്ത കബ്സയാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് കബ്സ ട്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടേക്കാണെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അറിയത്തില്ല കബ്സ എന്താണെന്നുള്ളത്. ഇവിടെ വന്നിട്ടാണ് കബ്സ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഉമ്മി നല്ല രീതിയിൽ കബ്സ വെക്കും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കബ്സ ഉമ്മി വെച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അതിന്റെ കളറ് മഞ്ഞ കളറാണ്. ചിക്കനൊക്കെ ആണെങ്കിലും മസാല ഒന്നും ഇല്ലാതെ വെളുത്ത് വിളറിയിരിക്കും. അപ്പൊ നമുക്ക് പൊതുവെ അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഇത്രയും നാൾക്ക് കഴിഞ്ഞ് നേരത്തെയൊക്കെ വെച്ചിട്ടുണ്ട്, എങ്കിലും കുറച്ച് പോളിഷ് ആയിട്ട് നല്ല രീതിയിൽ ഞാൻ വെച്ചത് ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സക്സസ് ആയിട്ട് വെച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എങ്കിലും ഇവിടെ ഉള്ളവർ പറയല്ലോ ഉമ്മിയുടെ അത്രയും ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല എന്നൊക്കെ പറയും. എങ്കിലും ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു കബ്സയാണ് ഇന്ന് വെച്ചത്. അപ്പൊ കബ്സയുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. കബ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 കിലോ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 5 തക്കാളി വേണം, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, മസാല കൂട്ട് വേണം, പിന്നെ നമുക്ക് 2 ഡ്രൈഡ് ലെമണും വേണം. ഞാൻ 5 ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുന്നേ ബസുമതി റൈസ് 2 കിലോ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ചൂടാവുമ്പോഴേക്കും നമ്മൾ 1/2 കപ്പ് ഓഫ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മസാല കൂട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 വെളുത്തുള്ളിയും 1/2 ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിക്കുക. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ ഒരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ തക്കാളിയിലെ വെള്ളം വറ്റി വരണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഓഫ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു സ്മെല്ലിന് വേണ്ടി 1/2 ടീസ്പൂൺ ഓഫ് മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇളക്കുക നല്ല രീതിയിൽ. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനും മസാല കൂട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൽ വെള്ളമൊക്കെ വലിഞ്ഞൊരു സ്മെല്ല് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ഇളക്കുന്നു. ഇനി നമ്മൾ ചിക്കൻ ഒരു 1/2 വേവ് ആവണം. ഒരു 20 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി തുറക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ആ സ്മെല്ല് വരുന്നുണ്ട്. കബ്സയുടെ ആ സ്മെല്ലാണ് വരുന്നത്. ചിക്കൻ 1/2 വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ്
അരിയാണ് എടുത്തത്. 2 കിലോ അരിയാണ് എടുത്തത്. അപ്പൊ 4 ഗ്ലാസ് ഉണ്ടായിരുന്നു അരി. അതിലേക്ക് ഞാനപ്പം 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഹൈറ്റിലുള്ള ഗ്ലാസ് ആയിരുന്നു ഞാൻ എടുത്തത്. നമ്മൾ ഉപ്പ് നോക്കി, ഉപ്പില്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഡ്രൈഡ് ലെമണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകിയ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അരിയുടെ വേവ് നമ്മൾ വെള്ളം വറ്റി വരുന്നതാണ് നമ്മുടെ കണക്ക്. വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ അരിയും വെന്ത് വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. അങ്ങനെ നമ്മുടെ കപ്സ റെഡി ആയിരിക്കുകയാണ്. നല്ല രീതിയിലൊരു മണം തന്നെയാണ് വരുന്നത്. ഇനി കപ്സയെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മസാലകൾ കൂടി പോകരുത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇടാവൂ. അളവ് കൂടി പോയാൽ നമുക്കൊരു ബിരിയാണിയുടെ ഫ്ലേവർ ആയിരിക്കും ഉള്ളത്. അങ്ങനെ നമ്മുടെ ചൂട് കപ്സ റെഡി ആയിരിക്കുകയാണ്. ഇനി അവരുടെ അഭിപ്രായം കേൾക്കണം, അപ്പോഴേ ഞാൻ സംതൃപ്തി അടയത്തുള്ളൂ. അതെ. അപ്പം ഒരു ഡെക്കറേഷന് വേണ്ടി സൈഡിൽ ഒരു ചിക്കൻ ഫ്രൈയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.